സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. സഭാപ്രസംഗിയുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുകയാണ്. പിന്നെയും ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദൻ ഇല്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. പിന്നെയും ഞാൻ സൂര്യനു കീഴെ നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദൻ ഇല്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. നിങ്ങൾ ലോകത്തിലാണോ ഉള്ളത്? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? നിങ്ങൾ ലോകത്തിലുള്ളവരാണോ? നിങ്ങളുടെ ലോകത്തിന് ചുറ്റും എന്ത് നടക്കുന്നെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, അറിയുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? എവിടെ നോക്കിയാലും ആനന്ദം, സന്തോഷം, നീതി, ന്യായം, സമാധാനം, ത്യാഗം, വിശ്വാസം, നിസ്വാർത്ഥത, സഹായം, ആശ്വാസം, ഇവയാണോ കാണുന്നത്? എന്താണ്? എവിടെ നോക്കിയാലും അന്യായം, അനീതി, അതിക്രമം, ദൗർഭാഗ്യം, വഞ്ചന, പക, പാപം, വ്യഭിചാരം, മദ്യപാനവും ദുഷ്ടതയും വളർന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇത്? കർത്താവ് സമാധാനപ്രഭുവാണെന്നറിയാമല്ലോ. യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ സമാധാനം നൽകുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും അന്യായമാണ് കാണുന്നത്. ആ അന്യായം പ്രവർത്തിക്കുന്നവരുടെ ഇടയിൽ ഞാൻ എന്തായിത്തീരുകയാണ്? തളർന്നുപോയി ന്യായമായി ജീവിക്കുവാൻ കഴിയാതെ പോരാടി 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 എന്തു പറ്റുന്നു? കീഴടങ്ങിപ്പോകുന്നു. എന്തിന്? അന്യായത്തിന്, പാപത്തിന്, പരീക്ഷണത്തിന്. സൂര്യന് കീഴെ നടക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഈ കാലത്ത് എത്രയോ ന്യൂസ് ചാനലുകളാണ് വന്നിരിക്കുന്നത്. എനിക്ക് കൂടുതൽ TV കാണാൻ സമയം ലഭിക്കുകയില്ല. എന്നാൽ എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ആ ന്യൂസ് ചാനൽ നോക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതും ഞാൻ മ്യൂട്ട് ചെയ്തിട്ടാണ് കാണാറുള്ളത്. കാരണം ഈ ശബ്ദം എനിക്ക് ഇറിറ്റേഷൻ ആകുന്നു. അതുകൊണ്ട് ഞാൻ സ്ക്രോളിംഗ് കാണാൻ വേണ്ടി നോക്കും. എനിക്ക് തെലുഗു വായിക്കാൻ വളരെ ഇഷ്ടമാണ്. എന്നാൽ ഞങ്ങളുടെ ചെന്നൈയിലാകട്ടെ തെലുഗു പുസ്തകങ്ങളാകട്ടെ തെലുഗു ന്യൂസ് പേപ്പറുകളാകട്ടെ ഒന്നും തന്നെ ചെന്നൈയിൽ ഞങ്ങൾക്ക് ലഭിക്കുകയില്ല. ബൈബിൾ മാത്രമേ ഞങ്ങൾക്ക് അവിടെ കിട്ടുകയുള്ളൂ. ആ സ്ക്രോളിംഗ് അങ്ങനെ വായിക്കുമ്പോൾ ഒരു 10 മിനിറ്റ്സ് അത് വായിക്കുകയാണ് എങ്കിൽ ആഹാ കൊള്ളാം എന്ന് പറയുന്ന ഒന്നുപോലും കാണില്ല. എല്ലാം എത്ര ഭയങ്കരമാണ്, അയ്യോ എന്തൊരു കഷ്ടമാണിത്, എന്റെ ദൈവമേ അയ്യോ എന്ന് വിളിക്കാനേ മാത്രമേ നമുക്ക് കഴിയൂ. ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ തലയ്ക്കടിച്ചു, സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോയി, ലോറി ഇടിച്ചിട്ട് 5 പേർ കൊല്ലപ്പെടാനിടയായി, വിവാഹത്തിന് പോയവർ അപകടത്തിൽ മരണപ്പെട്ടു, കാറിടിച്ച് 4 പേർ മരിച്ചു, ട്രെയിൻ ആക്സിഡന്റ് സംഭവിച്ചു, ലക്ഷക്കണക്കിന് പണം കൊള്ളയടിച്ചു. എന്താണ് കേൾക്കുന്നതെല്ലാം? ഭയങ്കരകരമായ കാര്യങ്ങളാണ്. അതായത് ന്യൂസ് സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നടക്കുന്നതായ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ കുറച്ച് കാണിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ന്യൂസ് ചാനലിൽ ഒരു തെലുഗു ന്യൂസിൽ മാത്രം ഇത്രയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ലോകത്തിലെ മുഴുവൻ ന്യൂസ് ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് അറിയുവാൻ കഴിയും. മനസ്സാക്ഷി ഇല്ലാതായിരിക്കുകയാണ്. ദയ, കരുണ, ഈ വാക്കുകൾക്കൊന്നും അർത്ഥമേ ഇല്ലാതായിരിക്കുന്നു. എവിടെ നോക്കിയാൽ ഇവരെ പ്രവൃത്തി കണ്ട ഇവർ മനുഷ്യരാണോ മൃഗങ്ങളാണോ എന്നുള്ളതായ ചിന്ത നമുക്ക് ഉണ്ടാകുന്നു. അത്ര ഭയങ്കരമായ ഒരു സാഹചര്യത്തിലാണ് നാം ഈ ലോകത്തിലായിരിക്കുന്നത്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നത് കൊണ്ട്, സമയം അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ സാത്താൻ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് അലറി നടക്കുന്ന ഒരു സിംഹത്തെ പോലെ ഈ ലോകത്തിലുള്ള ജനങ്ങളെ തന്റെ പക്ഷത്തേക്ക് എങ്ങനെ ചേർക്കുവാൻ കഴിയും എന്നവൻ വിചാരിച്ചുകൊണ്ട് കെണികളൊരുക്കി തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ബന്ധിക്കുവാൻ നോക്കുകയാണ്. എത്രയോ ആളുകൾ ഈ ദിവസം
വിഷമത്തിലായിരിക്കുന്നു, കഷ്ടതയിലായിരിക്കുന്നു, ബുദ്ധിമുട്ടിലായിരിക്കുന്നു, സങ്കടങ്ങളിലായിരിക്കുന്നു. അതെ, പാപത്തിന്റെ ശമ്പളം മരണമായിരിക്കുന്നു. പാപികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് സാധാരണമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ലോകത്തിൽ ആയിരിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നവർ, കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചവർ, ദൈവത്തിന്റെ സാക്ഷികളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സുഖമായിരിക്കുന്നുവോ? സുഖമായിരിക്കുമോ? അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ട്, നമുക്കും പരീക്ഷണങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ വേറെയാണ്. ആ കാലത്ത് സൊദോം ഗൊമോറ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുകയാണെന്ന് ദൈവം പറഞ്ഞ സമയത്ത് അബ്രഹാം ഒരു കാര്യം പറഞ്ഞു: കർത്താവേ, ദുഷ്ടന്മാരോട് കൂടെ നീതിമാന്മാരെയും നീ നശിപ്പിക്കുകയാണോ? 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ രക്ഷിക്കാം. എന്നാൽ 10 പേർ പോലും ഇല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആയിരക്കണക്കിന് ആളുകൾ ദുഷ്ടത പ്രവർത്തിച്ച് ജീവിക്കുമ്പോൾ നീതിമാന്മാരായി 10 പേർ പോലും ഇല്ല എങ്കിൽ ഞാൻ എങ്ങനെയാണ് നിൽക്കേണ്ടത്? യെഹെസ്കേലിന്റെ കാലത്ത് പറയുകയുണ്ടായി, ഒരുവനുണ്ടായാൽ മതിയെന്ന് പറഞ്ഞു. ഒരുവൻ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ആ പട്ടണത്തെ രക്ഷിക്കാം എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ, വിഷമിക്കുന്ന സമയത്ത് നിങ്ങളിൽ എത്ര പേർ പറയാറുണ്ട്, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചിട്ട് എന്തു കിട്ടി, എന്തു ലഭിച്ചു? ദൈവം ദൈവം എന്നെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന എന്ത് കാര്യമാണ്? മനസാക്ഷി എന്ന് പറഞ്ഞിരുന്നാൽ എന്ത് പ്രയോജനം കിട്ടും എന്നുള്ള ചിന്തകൾ നിങ്ങൾക്ക് വന്നോ? കൈ ഉയർത്തണ്ടാരും. വന്നു. ശരി, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും അടുത്തിരിക്കുന്നത് നിങ്ങളെ അങ്ങനെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. നീ പ്രാർത്ഥിച്ചു നടക്കുന്ന വ്യക്തിയല്ലേ, എന്ത് കിട്ടി, എന്ത് നിനക്ക് ലാഭമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്ത് നേടാനിടയായി? പ്രാർത്ഥന ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്? നിന്റെ ബുദ്ധിമുട്ട്, കഷ്ടത എവിടെയാണ് തീർന്നത്? എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയൽവക്കക്കാർ നമ്മളെ പിൻപോട്ട് വലിക്കാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? എന്ത് സംഭവിക്കും? മനുഷ്യന് 2 കാര്യമേ ചെയ്യാൻ കഴിയൂ. ഒന്നുകിൽ അതിനെ എതിർക്കും, അല്ലെങ്കിൽ കുത്തിയിരുന്ന് കരയും. എന്താണ്? ഒന്നുകിൽ അതിനെ എതിർക്കാനിടയാകും, അല്ലെങ്കിൽ ഇരുന്നിട്ട് കരയും. നമ്മളും അനുസരണം കെട്ട വ്യക്തികളായിരുന്നുവല്ലോ. ആ അനുസരണം കെട്ടവരായിരുന്ന നമ്മയാണല്ലോ ദൈവത്തിന്റെ മക്കളായി അവൻ മാറ്റിയത്. നമ്മൾ ആരെയും എതിർക്കുകയില്ല, നമ്മെ എതിർക്കുന്നവരെ നാം എതിർക്കുകയില്ല, അടിക്കുന്നവരെ തിരിച്ചടിക്കുകയില്ല, പറ്റിക്കുന്നവരെ തിരിച്ച് പറ്റിക്കില്ല, കേസ് കൊടുക്കുന്നവനെതിരെ തിരിച്ച് കേസ് കൊടുക്കില്ല. പിന്നെ എന്താണ് നാം ചെയ്യുന്നത്? ബാക്കിയുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണ് അവിടെ ഉള്ളത്? പീഡിതന്മാർ കണ്ണുനീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദനില്ല. അവർ വിഷമിക്കുന്ന സമയത്ത് ആശ്വാസം കൊടുക്കുവാൻ ആരും ഇല്ലാതെ എത്രയോ ദൈവമക്കൾ ഈ കാലത്ത് വിഷമത്തിൽ ആയിരിക്കുന്നവരുണ്ട്. വിഷമങ്ങൾ ഉണ്ടാകാം. വിഷമങ്ങൾ മാറ്റാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കഷ്ടത മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ലോകത്തിലേക്ക് വന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്, ബുദ്ധിമുട്ടില്ലെന്നാണ് പറഞ്ഞത്. ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ. നിങ്ങൾ ലോകത്തെ കരയണ്ട. എന്താണ് പറയുന്നത്? ധൈര്യപ്പെടുവിൻ. നിന്റെ കഷ്ടതയിൽ നിന്നെ മനുഷ്യർ ആശ്വസിപ്പിച്ചില്ലേ? ഒരു തരത്തിലുള്ള കഷ്ടത എന്താണ്? പറയൂ. ശരീരത്തിന്റെ കഷ്ടതകൾ, ശരീരത്തിന്റെ പ്രശ്നങ്ങൾ, ശരീരത്തിന്റെ കഷ്ടതകൾ. ഞങ്ങൾക്ക് വന്നതായ ഫോൺ കോൾസുകൾ, പ്രാർത്ഥനയുടെ ഫോൺ കോൾസുകളെല്ലാം എടുത്തിട്ട് ഒരു സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഇതിനെല്ലാം തരംതിരിച്ചിട്ട് അതിനെ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ഇതിൽ എത്ര പേർ ശാരീരികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചവരുണ്ട്, സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഫോൺ ചെയ്ത വ്യക്തികളുണ്ട്, എത്ര പേർ ആത്മീയ വർധനയ്ക്ക് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ച വ്യക്തികളുണ്ട് എന്നൊക്കെ എല്ലാം വേർതിരിച്ച് വയ്ക്കുവാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കറിയാമോ, അതിൽ 100-ൽ 90% എന്തൊക്കെയാണെന്നറിയാമോ? തലവേദന, കൈവേദന, കാലുവേദന, പല്ലുവേദന, കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം, സർജറി ചെയ്യണം, തലച്ചോറിൻ്റെ പ്രശ്നം, കാലിൻ്റെ പ്രശ്നം എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതൽ. അതിന് പിന്നീടുള്ള ഒരു 8% ബാക്കി സാമ്പത്തിക പ്രശ്നം, കടഭാരത്തിലായിരിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ആയിരിക്കുന്നു. എന്നാൽ വെറും 2% മാത്രമുള്ള ആളുകളാണ്, ബ്രദർ ഞാൻ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് നല്ല ആത്മീയമായി വളരുവാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ വ്യക്തികൾ വെറും 2% മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരീര രോഗങ്ങളെക്കുറിച്ച് അത്രമാത്രം നിങ്ങൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല.
ശാരീരിക രോഗങ്ങളും ബലഹീനതകളും എന്തുകൊണ്ടുണ്ടാകുന്നു? വെള്ളം കൊള്ളുകയില്ല, ആഹാരം വൃത്തിയായതല്ല, വായു മാലിന്യമായിരിക്കുന്നു, വെള്ളം മാലിന്യമായിരിക്കുന്നു, വൃത്തിയായ ആഹാരം കഴിക്കില്ല, റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ചാണ് കഴിക്കുന്നത്, അപ്പോൾ രോഗമുണ്ടാകില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും നല്ല ആഹാരം കൊടുക്കത്തില്ല, അവർക്ക് നല്ല പാല് കൊടുക്കത്തില്ല. പിന്നെന്താണ് പറയുന്നത്? ഹൃദയത്തിൽ ഹോളുണ്ട്. നീ ഗർഭസമയത്ത് നീ വല്ലതും കഴിച്ചായിരുന്നോ? പഴയ കാലത്ത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് നല്ല നല്ല ആഹാരങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആളുകളുടെ രീതിയെല്ലാം മാറിപ്പോയിരിക്കുന്നത്. അവർക്ക് പുതിയ സ്റ്റൈലാണ്. അതെന്താണ്? സാൻഡ്വിച്ച് വേണം. ഇവിടെ ഗർഭിണി സാൻഡ്വിച്ച് കഴിക്കുകയാണെങ്കിൽ സാൻഡ്വിച്ച് നിറച്ച് സുഷിരങ്ങളാണല്ലോ. ഗർഭിണിയായിരിക്കുമ്പോൾ കുഞ്ഞിന് നല്ല ആഹാരമില്ലെങ്കിൽ കുഞ്ഞിന് അവിടെ വളരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നീ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിന്റെ ബലഹീനതയാണ്. ശാരീരിക വിഷയത്തിൽ നിനക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ ശാരീരിക വിഷയങ്ങൾ നീ സൂക്ഷിച്ച് ആയിരിക്കുക. ആഹാരം കഴിക്കുന്ന വിഷയത്തില്, വിശ്രമിക്കുന്ന വിഷയങ്ങളിൽ നീ സൂക്ഷ്മതയോടെ ആയിരിക്കുക. യേശുക്രിസ്തു സൗഖ്യം നൽകും. യേശുക്രിസ്തു സൗഖ്യം നൽകില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ സേവ ചെയ്തപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയിലും അനേകം ആളുകൾ സൗഖ്യം പ്രാപിച്ചവർ ഉണ്ട്. അതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിൽ വളരെ പേരും പ്രശസ്തിയും എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ സൗഖ്യം നൽകുന്ന ദൈവമുണ്ട് എന്നത് ഒരിക്കലും തെറ്റായ കാര്യം അല്ല. യേശുക്രിസ്തുവിന്റെ അടുക്കൽ രോഗത്തല വന്നവരോട് അവൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? നീ സമാധാനത്തോടുകൂടി പോകൂ എന്ന് പറഞ്ഞു. നിന്റെ പാപത്തിന് ക്ഷമ ലഭിക്കുമ്പോൾ നിന്റെ രോഗവും മാറിപ്പോകുന്നു. ഇപ്പോൾ പാപം ക്ഷമിക്കപ്പെടാതെ കിടക്കുമ്പോൾ നിന്റെ രോഗം എങ്ങനെയാണ് നിനക്ക് മാറിപ്പോകാനിടയാകുന്നത്? ആ രോഗം വീണ്ടും ഉണ്ടാകുന്നു. ദേശത്ത് മുഴുവൻ രോഗങ്ങളാണ്, ശരീരത്ത് മുഴുവൻ രോഗങ്ങളാണ്. പാപങ്ങൾ കൂടി വരുന്നതനുസരിച്ച് രോഗങ്ങളും കൂടി വരുന്നുണ്ട്. വിചിത്രമായ രോഗങ്ങൾ ഉണ്ടാകുന്നു. ആ രോഗങ്ങൾ വന്നിട്ട് അനേകം ആളുകൾ മരിച്ചു പോകുന്നു. എന്നാൽ ആ രോഗത്തിൽ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സമയത്ത് ആ രോഗത്തിന് കാരണം ആയിരിക്കുന്നതായ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചാൽ വലിയ സൗഖ്യം ഉണ്ടാകും. പണമുള്ളവർക്ക് രോഗം വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പണമുള്ളവർക്ക് രോഗമുണ്ടായാൽ എന്താണ് ചെയ്യുന്നത്? പറയൂ. അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് പോകും. ഭാരതരാജ്യം എന്നൊക്കെ പറയുമെങ്കിലും എന്നാൽ പണമുള്ളവർക്ക് രോഗം വരുന്ന സമയത്ത് അവരവിടെ ചെല്ലും. സിംഗപ്പൂരിലും അമേരിക്കയിലുമൊക്കെ പോയി സർജറി ചെയ്യാനിടയും. ഇന്ത്യയിലെ ഹോസ്പിറ്റലുകളെല്ലാം ഒന്നിനും കൊള്ളില്ല. അതെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് പണം ചിലവാക്കിയിട്ട് രോഗം മാറ്റുവാൻ ശ്രമിക്കുന്നവർ ചിലരുണ്ട്. പണമുള്ളവർക്ക്, ധനവാന്മാർക്ക്, അവർക്ക് എങ്ങനെയെങ്കിലും അവർ ന്യായത്തെ അന്യായമായും അന്യായത്തെ ന്യായമായും ഒക്കെ മാറ്റാനിടയാവും. എന്നാൽ കഷ്ടപ്പെട്ടു പോകുന്നവർ ആരാണ്? ബലഹീനർ, സാധാരണക്കാർ. അവരെ പീഡിപ്പിക്കുന്ന ആളുകൾ ബലാത്കാരികൾ ആയിരിക്കുന്നത് കൊണ്ട് ആശ്വാസം കൊടുക്കാൻ ആരും ഇല്ല. ആരാണ് ബലവാന്മാർ? ഈ ലോകത്തിലെ ബലവാന്മാർ. ലോകത്തിൽ ധനമുള്ള ആളുകൾ, അധികാരം ഉള്ള ആളുകൾ, രാഷ്ട്രീയ അധികാരമുള്ള വ്യക്തികൾ, ഭൂമി സംബന്ധിച്ച് നല്ല വസ്തു സമ്പത്തുമുള്ള വ്യക്തികൾ ബലഹീനരെ കഷ്ടപ്പെടുത്തുകയാണ്. ബലഹീനരെ കഷ്ടപ്പെടുത്തുന്ന സമയത്ത് അവർ തളർന്നു പോവുകയാണ്, ദുഃഖിക്കുകയാണ്. ഈ ദിവസം ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള കഷ്ടത കൊണ്ട് നിങ്ങൾ ആരുമറിയാതെ ബുദ്ധിമുട്ടുകയാണ് എങ്കിൽ, കണ്ണുനീരൊഴുക്കുന്നവർ ഉണ്ടെങ്കിൽ, ദാവീദ് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ തലയിണ കണ്ണുനീര് കൊണ്ട് കുതിർന്നിരിക്കുന്നു. അതായത് എപ്പോഴാണ് കരഞ്ഞത്? തലയണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? അതും നിങ്ങൾക്കറിയത്തില്ലേ? തലയണമെന്ന് പറഞ്ഞാൽ അറിയില്ലേ? പില്ലോ. ഇപ്പോൾ മനസ്സിലായോ? പില്ലോയാണ്. പില്ലോ നനയണമെങ്കിൽ നിങ്ങൾ പറയൂ, എപ്പോഴാണ് കരഞ്ഞത്? എപ്പോൾ കരഞ്ഞു? ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യുന്നു? കരയുകയാണ്. അവൻ ഉറക്കം വരാതെ തലയിണയിൽ തലവെച്ച് കരയുകയാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ കരഞ്ഞാൽ ആരും അറിയുകയില്ല. ഓഫീസിൽ കരയുകയാണെങ്കിൽ എല്ലാവരും അറിയാനിടയാകും. വെളിയിൽ പോയി കരയാൻ കഴിയുകയില്ല. മറ്റുള്ളവർ കാണുകയാണെങ്കിൽ അവനെ അപമാനിക്കാനിടയാകും. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? തലവെച്ചിട്ട് തലയിണയിൽ തലവെച്ച് മുഖം അമർത്തി കരയുകയാണ്. മനുഷ്യർ ചെയ്തതായ പ്രവൃത്തികൾ, മനുഷ്യർ ചെയ്തതായ പരിഹാസങ്ങൾ എല്ലാം അവൻ്റെ ജീവിതത്തിൽ ഓർക്കുമ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു പോവുകയാണ്. തകർന്നു പോയിട്ട് അവൻ നിലവിളിക്കുകയാണ് മനുഷ്യർ ചെയ്യുന്ന വേദനകളെ ഓർത്തിട്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാനും നിന്നെ ആശ്വസിപ്പിക്കുവാനും ഒരു വ്യക്തി ഉണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കറിയാം ഉത്തരമെന്ന്. ആരാണ്? ഉത്തരമറിയാം. പക്ഷെ ആരും അവൻ്റെ അടുക്കിലേക്ക് പോകില്ല. ആരും അവനോട് ചെന്ന് പറയില്ല, യേശുവേ എൻ്റെ കണ്ണുനീർ നീ തുടയ്ക്കണമേ, യേശുവേ എൻ്റെ കഷ്ടത കാണണമേ, എൻ്റെ കഷ്ടത എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല ദൈവമേ
എന്ന് എത്ര ആളുകൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം സഹായിക്കാനിടയാകും. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എനിക്കൊരു വാഗ്ദത്ത വചനം നൽകി. നമുക്കത് ഒരുമിച്ച് വായിക്കാം. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും എൻ്റെ കൃപ നിന്നെ വിട്ടുമാറുകയില്ല. നിന്റെ ചുറ്റുമുള്ള ആളുകൾ നിന്നോട് എത്ര അന്യായം പ്രവർത്തിച്ചാലും, നിന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിച്ചാലും എൻ്റെ കൃപ നിന്നെ വിട്ടുമാറില്ല. നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, പ്രകൃതിയിൽ കൂടി നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ, രാജസ്ഥാനിലുള്ള കൃഷിക്കാരെ സംബന്ധിച്ച് അവർ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി വിത്ത് വിതച്ച് പിന്നീട് കൊയ്യുന്ന സമയമാകുമ്പോഴേക്കും മഴ ഉണ്ടാകുവാനിടയാകും ആകസ്മികമായി. ആ ഫലം മുഴുവൻ വെള്ളത്താൽ നനഞ്ഞു പോകുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിൽ എത്ര വേദനയായിരിക്കും. കടം വാങ്ങിയ പൈസ കൊണ്ടാണ് അത്രയും അവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്തത്. കൊയ്യുന്ന സമയം വന്നപ്പോൾ അതെല്ലാം നാശമായിപ്പോയി. അത് പോട്ടെ, അവർക്ക് ഭക്ഷണം ലഭിക്കില്ലെന്നുള്ളൂ. എന്നാൽ കടത്തിന്റെ കാര്യം എന്താണ്? കടബാധ്യത എന്തു ചെയ്യും? കണ്ണുനീർ തുടയ്ക്കുന്നവൻ ഇല്ല. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിച്ച അവർ ധനവാന്മാരാകും. ദരിദ്രന്മാർ ധനവാന്മാരാകും. ദരിദ്രന്മാരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് നോക്കാം, അതിന്റെ 6:20. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ചു നിങ്ങളുടെ പേർ വിടക്കൂ എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ദരിദ്രന്മാരായിരിക്കുന്നത് ശാപമല്ല. അനേകരും വിചാരിക്കുന്നത് ദാരിദ്ര്യം ഒരു ശാപമാണെന്നാണ്. വയറ് നിറച്ച് കഴിക്കാൻ കഴിഞ്ഞ നല്ല ഉറക്കം ലഭിക്കുകയാണെങ്കിൽ നീ ധനവാനായ വ്യക്തിയാണ്. ഒരു പരിപ്പേറിയാണെങ്കിൽ കൂട്ടി വയറ് നിറച്ച് ഉണ്ടിട്ട് ആ ചെറിയ മരക്കട്ടിലോ പായിലോ കിടന്നുറങ്ങിയിട്ട് സുഖമായി 8 മണിക്കൂർ ഉറങ്ങിയിട്ട് നീ എഴുന്നേറ്റ് വരുമ്പോൾ നിന്നേക്കാൾ ഒരു ധനവാൻ വേറെ ആരുമില്ലെന്നാണ്. അവനെന്താണ്? വലിയ ഡബിൾ കോട്ട് ബെഡുണ്ട്, വലിയ ഫോം ബെഡുണ്ട്, AC ഓണാക്കിയിരിക്കുന്നു. ഉറക്കം വരാതെ അവസാനം വെള്ളമടിച്ചിട്ടാണ് അവൻ കിടക്കുന്നത്. അവരാണോ ധനവാന്മാർ? നിങ്ങളാണോ ധനവാന്മാർ? എന്താണ്? ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നുമില്ല. എന്റെ മേൽ വിശ്വാസമർപ്പിച്ച് നിങ്ങൾ പോകൂ, ഞാൻ നിങ്ങളെ നടത്തും. കരയുന്നതായ നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ നാമത്തിന്റെ നിമിത്തം കണ്ണുനീരൊഴുക്കിക്കൊണ്ട്, സഹിച്ചുകൊണ്ട്, ക്ഷമിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിലപിച്ച് പ്രാർത്ഥിക്കുന്നതായ നീ ഭാഗ്യവാനാണ്. യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം നിങ്ങൾ അപമാനിക്കപ്പെടുകയാണെങ്കിൽ, നിന്ദിക്കപ്പെടുകയാണെങ്കിൽ, ഉപദ്രവിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ എത്രയോ ആളുകൾ യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ ഉണ്ട്. അനേക സ്ഥലങ്ങളിൽ ദൈവദാസന്മാർ ഉപദ്രവിക്കപ്പെടുന്നു, ദൈവവിശ്വാസികൾ ചിതറിക്കപ്പെടുന്നു. കർത്താവ് പറഞ്ഞു, എന്റെ നിമിത്തം നിങ്ങൾ ഉപദ്രവിക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. അയ്യോ! എന്നാൽ സമ്പന്നരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു പോയല്ലോ. ഇപ്പോൾ തൃപ്തരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾക്ക് വിശക്കും. ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ ദുഃഖിച്ചു കരയും. സകല മനുഷ്യരും നിങ്ങളെ പുകഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. അവരുടെ പിതാക്കന്മാർ കള്ളപ്രവാചകന്മാരെ അങ്ങനെ ചെയ്തുവല്ലോ. മനുഷ്യൻ പുകഴ്ത്തുകയില്ല. നാം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ കുഞ്ഞിനെ വളർത്തി വലുതാക്കിയിട്ട് അവൻ എന്നോട് ഒരു നല്ല വാക്ക് പറയുന്നില്ല. ഞാൻ ഇത്ര നീതിയോടെ ജീവിച്ച് പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്യായമാണല്ലോ സംഭവിക്കുന്നത്. ഞാൻ ഇത്രമാത്രം ഭക്തിയോടെ മാതൃകയായി ജീവിച്ചിട്ടും എന്നെ ആരും മനസ്സിലാക്കുന്നതേ ഇല്ലല്ലോ. ഞാൻ ഇത്രമാത്രം കഷ്ടത സഹിച്ചിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും ഒന്നും എന്നെ ആരും അംഗീകരിക്കുന്നില്ലല്ലോ, എന്നെ ആരും ബഹുമാനിക്കുന്നതേ ഇല്ലല്ലോ എന്നുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഞാൻ തിയറിയല്ല പറയുന്നത്, പ്രാക്ടിക്കലാണ് പറയുന്നത്. ഉണ്ടോ? മറ്റുള്ളവരുടെ കാര്യം എന്തിനാണ്? നിങ്ങളുടെ ഭർത്താവിന് തന്നെ കാര്യം പറ.
അത്ര കഷ്ടപ്പെട്ട് മീൻ വാങ്ങിക്കൊണ്ടുവന്ന് അത് ഉരച്ച് കഴുകി, അത് മുറിച്ച്, അത് നല്ലവണ്ണം മസാലയൊക്കെ ഇട്ട് കറിയൊക്കെ വെച്ചിട്ട് അങ്ങേര് വരുന്നതും കാത്ത് അവിടെ പടിവാതിൽക്ക് കാത്തിരുന്നിട്ട് ഇനിയും എന്താ വരാത്തത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇന്ന് നല്ല കറിയാണ് വെച്ചേക്കുന്നത്, എൻ്റെ ഭർത്താവിന് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കറങ്ങിയൊക്കെ നടന്നിട്ട് ലേറ്റായിട്ട് വന്ന് നിന്നെ കാണുന്ന സമയത്ത് ചോദിക്കുകയാണ്, നീ ഇത്ര നേരം ആരെ നോക്കിയിരിക്കുവാടി, ആരെ നോക്കിയാടി നീ ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നോക്ക് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അയ്യോ, എന്താണ്, എത്ര വിഷമമുണ്ടായിരിക്കും. എത്ര പുരുഷന്മാർ ഇങ്ങനെ പ്രവർത്തിക്കുന്ന വ്യക്തികളുണ്ട്. ഭാര്യയുടെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല, ഭർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുന്നില്ല. ഈ കാലത്ത് അനേകം സ്ഥലങ്ങളിൽ ഭാര്യ ഭർത്താവിൻ്റെയും ബന്ധത്തിൻ്റെ ഇടയിൽ അവർ പരസ്പരം വില കൊടുക്കാതെ പ്രവർത്തിക്കുന്നത് കാണാം. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ സമ്പാദിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ സമ്പാദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ജോലിക്ക് പോകുന്നതിന്? ആർക്കും ഒരു ഉപകാരവുമില്ലാതെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? താങ്ക്സ് പറഞ്ഞാൽ എന്താണ് കുഴപ്പമുണ്ടാകുന്നത്? അത് ചെയ്യത്തില്ല. എന്താണ്? എത്രയോ ഭാര്യമാർ കരയുന്നുണ്ട്, എത്രയോ പുരുഷന്മാർ കരയുന്നവർ ഉണ്ട്. ഇക്കാലത്ത് സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് കരയുന്നത്. സത്യമാണ്. പുരുഷന്മാരാണ് കരയുന്നത്. ആരുടെങ്കിലും പറയാൻ കഴിയുമോ? ലജ്ജയാവില്ല. എൻ്റെ ഭാര്യ എൻ്റെ തലക്കെട്ടടിച്ചു എന്ന കാര്യം ആരുടെങ്കിലും വെളിയിൽ പോയി പറയാൻ കഴിയുമോ? അത് അവർക്ക് ലജ്ജയാകും. ആരോട് പോയി പറയണം? മനസ്സിൽ ഒതുക്കി വെച്ച് വിങ്ങി വിങ്ങി കരയുകയാണ് അവർ. ഭാര്യയുടെ അമ്മയോട് പോയി പറഞ്ഞാൽ അവിടെ നിന്നെ അനുഭവിക്കാം. ഭർത്താവിൻ്റെ അമ്മയോട് പോയി പറഞ്ഞാൽ അവിടെ നാണം കെടാനിടയാകും. കൂട്ടുകാരോട് ചെന്ന് പറഞ്ഞാൽ അവിടെ നിന്ദിക്കാനിടയാകും. അവസാനം മനസ്സിൽ ഒതുക്കി വെച്ച് കരയുകയാണ്. ഇന്ന് കുടുംബത്തിൽ നോക്കിയാൽ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിൽ സമാധാനം നഷ്ടപ്പെട്ട എത്രയോ വ്യക്തികളുണ്ട്. ആശ്വസിപ്പിക്കേണ്ടവർ. ഭാര്യ ഭർത്താവിനെ ആശ്വസിപ്പിക്കണം, ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കണം. ഭാര്യയ്ക്ക് രോഗം വന്ന് കിടപ്പിലായ നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന ചോദിക്കുകയല്ലേ ചെയ്യുന്നത്? രോഗം മാറും, ദൈവം നിനക്ക് സൗഖ്യം നൽകുമെന്ന് പറഞ്ഞ് ബലപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ടെന്നൊന്നും പറയാതെ നിന്റെ കാര്യം ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നീ നിന്റെ കാര്യം തന്നെ നോക്കി, അല്ലെങ്കിൽ നീ പോയി ചാവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എവിടെ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ എവിടെ നിന്നാണ് കടം വാങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ആശ്വാസം കൊടുക്കാത്തവർ, യേശു നിമിത്തമായി അന്യായ പ്രവൃത്തി ചെയ്യാതെ നീതിയോടുകൂടി ജീവിച്ച് വഞ്ചന ചെയ്യാതെ കളവ് ചെയ്യാതെ ജീവിക്കുന്നവർക്ക് സമ്പാദ്യമുണ്ടാവുകയില്ല. നിങ്ങൾ നോക്കൂ, എത്ര ആളുകൾ വിശ്വസ്തയോടെ ജോലി ചെയ്ത് റിട്ടയർഡ് ആയവർക്ക് ഒരു വീട് പോലും സ്വന്തമായി കാണത്തില്ല. അവസാനം ഒരു വീട് പണിയാൻ പോലും കഴിയുന്നില്ല. 2-3 മാസം മുമ്പ് വ്യാപാരം തുടങ്ങിയ വ്യക്തി 10 ബിൽഡിങ്ങുകൾ പണിതിരിക്കുകയാണ്. എന്താണ്? ന്യായമായിട്ട് എത്ര വ്യാപാരം ചെയ്താലും ഒരു മനുഷ്യന് ഒരളവിൽ കൂടുതൽ സമ്പാദിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അത് എക്സ്ട്രീം ലെവലിൽ, വലിയ റിച്ച് ലെവലിൽ പോവുകയാണെങ്കിൽ ഓർക്കുക, അത് തെറ്റായ വഴിയിലൂടെയുള്ള സമ്പാദ്യമാണ്. എങ്ങനെയെങ്കിലും കുറെ പണം സമ്പാദിക്കണം. ഈവൻ ഇപ്പോഴുള്ള ദൈവദാസന്മാർക്കും ഈ ഒരു ചിന്തയാണ് ആയിരിക്കുന്നത്. എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്, വളരെ വേദന തോന്നുന്നുണ്ട്. വലിയ വലിയ സഭകൾ എനിക്ക് ഉണ്ടാക്കണം, വലിയ വലിയ ബിൽഡിങ്ങുകൾ, ചർച്ചുകൾ എനിക്ക് കെട്ടണം, എനിക്ക് പേരും പ്രശസ്തിയും ഉണ്ടാകണം. തെറ്റായ വഴിയിലാണ്, വചനത്തിന് വിരുദ്ധമായാണ് അവർ പ്രവർത്തിക്കുന്നത്. എനിക്കെന്നാൽ കെട്ടുവാൻ കഴിയുന്നില്ല. ഞാൻ വചനം അനുസരിച്ചാണ് ജീവിക്കുന്നത്. നാളെ വൈകുന്നേരം നടത്തുന്ന മീറ്റിങ്ങിന് വേണ്ടി, പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങളിപ്പോൾ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ഞാനും എൻ്റെ സഹോദരന്മാരും പണം എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ്. എങ്കിലും അത് മതിയാകുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടും? ഞാൻ ഇപ്രകാരം ആലോചിക്കുവാനിടയിൽ, ഇത്രമാത്രം കഷ്ടപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടും എവിടെ ഞങ്ങൾ മീറ്റിംഗ് സംഘടിപ്പിച്ചാലും ആ ദേശത്തിലെ സഭയ്ക്ക് മതിയാകുന്നില്ല എങ്കിൽ എങ്ങനെയാണ് കർത്താവെ സഭ കൊണ്ടുപോകുന്നത്? ഉപേക്ഷിക്കാനാണോ? ഉപേക്ഷിക്കത്തില്ല. ഇതിലുണ്ടായിരിക്കുന്നതായ തൃപ്തി, ഇതിലുണ്ടായിരിക്കുന്നതായ അനുഗ്രഹം, ഇത്രയും ആളുകൾ ദൈവത്തിന്റെ വചനത്താൽ പോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ലോകത്തിൽ പണം സമ്പാദിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ സീറോയാണ്. ഈ ലോകത്തിൽ നിങ്ങൾ സമ്പാദിക്കുകയാണ് എങ്കിൽ അത് വെറുതെയാകുന്നു. നിങ്ങൾ ഈ ലോകത്തിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാൻ തുനിയുക. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ കൊയ്യുവാനിടയാകും. ഫലം, കൊയ്ത്ത്. ഒരു മനുഷ്യന് തൃപ്തി കൊടുക്കുന്നത് ഒരിക്കലും പണമല്ല. പണം കൊടുത്ത് ഇത്രയും ആളുകളെ ബന്ധുക്കളാക്കി മാറ്റുവാൻ കഴിയുമോ? അവരുടെ സ്നേഹം നേടിയെടുക്കുവാൻ കഴിയുമോ? പറയൂ. ഇങ്ങനെ നാം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കൂടി ആകർഷിക്കപ്പെട്ടതല്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഭക്ഷണം നൽകാം, നിങ്ങൾക്കിവിടെ വസ്ത്രം നൽകാം, നിങ്ങളെല്ലാവരെയും വണ്ടിയിൽ വിളിച്ചു കൊണ്ടുപോയിട്ട് വണ്ടിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഈ സംതൃപ്തി എനിക്കുണ്ടാകുമോ? കഷ്ടത അനുഭവിക്കുന്നവർ, അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എനിക്കൊരു വാഗ്ദത്ത വചനം നൽകുവാനിടയായി. ഒരുപാട് കഷ്ടതയും ദുഃഖവും അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വലിയ കടഭാരമുള്ള വ്യക്തികൾ അവന്റെ അടുക്കൽ വന്നു. അവർക്ക് അവൻ അധികാരിയായി എന്ന ദൈവം വാഗ്ദത്ത വചനം നൽകാനിടയായി. ദൈവം എനിക്ക് നൽകിയ വിഷൻ എന്താണെന്ന് വെച്ചാൽ, കഷ്ടതയുള്ളവർ,
അസമാധാനം ഉള്ളവർ, കടബാധ്യത ഉള്ളവർ, കോടീശ്വരന്മാരല്ല, ലക്ഷാധിപതികളല്ല, വലിയ സമ്പന്നന്മാരല്ല, ലക്ഷറിയുള്ള ആളുകളല്ല. അങ്ങനെ തന്നെ ഈ ദിവസം വരെ ദൈവത്തിൻ്റെ മഹാകൃപയിൽ ദൈവത്തിൻ്റെ സേവ ചെയ്ത് മുൻപോട്ട് പോകുന്നു. ഈ സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, എത്ര കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും ഞാൻ ഫെയിലായിപ്പോയി, ഇനിയൊരു പ്രത്യാശ എനിക്ക് ഇല്ല, ഇനി ഒന്നും എനിക്ക് ചെയ്യുവാൻ കഴിയത്തില്ല, എൻ്റെ വ്യക്തിപരമായ ജീവിതം ഇങ്ങനെയായിരിക്കുന്നു, എൻ്റെ കുടുംബജീവിതം ഇങ്ങനെയായി തീർന്നു, എൻ്റെ വ്യാപാരം ഈ രീതിയിലായി മാറിയിരിക്കുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെ മാറിയിരിക്കുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് കരയുന്ന വ്യക്തികളോട് ദൈവം ഈ ദിവസം പറയുകയാണ്, നിന്നെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഞാനുണ്ട്. തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ സന്നിധിയിൽ നീ ഇരിക്കുന്ന സമയത്ത് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്നതിന് വേണ്ടി അവൻ മതിയായവനാണ്. ഏത് പ്രശ്നത്തിൽപ്പെട്ടാണ് നീ തകർന്നിരിക്കുന്നത്, ഏത് വിഷമത്തിൽപ്പെട്ടാണ് നീ നിരാശപ്പെട്ട് ഇരിക്കുന്നത്, ഈ സമയത്ത് കർത്താവ് നിന്നെ അറിഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി, നിന്നെ ബലപ്പെടുത്തുന്നതിനായി, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങളെ നിനക്ക് തിരിച്ചു നൽകുന്നതിന്, നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ കർത്താവ് നമ്മുടെ മധ്യയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, വായ് തുറന്ന് അവനോട് സംസാരിക്കൂ. നിങ്ങളുടെ കഷ്ടത കണ്ടിട്ട്, ബുദ്ധിമുട്ട് കണ്ടിട്ട്, നിങ്ങളുടെ വിഷമത കണ്ടിട്ട് തളർന്നു പോവുകയാണ്, ഭക്തി നിങ്ങൾ വിട്ടുകളയുന്നു, ദൈവമില്ല എന്ന് പറയുന്നു, ദൈവം എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ജീവിതത്തിൽ വന്ന പരാജയം, അടിക്കടി വന്ന പരാജയം നിമിത്തം ഒരു ഗതിയുമില്ലാതായിരിക്കുന്നു. വഴിതെറ്റിപ്പോയ എൻ്റെ ജീവിതത്തിൽ എന്നോട് ക്ഷമിക്കണമേ. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട എന്നോട് ക്ഷമിക്കണമേ ദൈവമേ. ലോകത്തെ വിശ്വസിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ നഷ്ടം വരുത്തി വെച്ചെന്നോട് ക്ഷമിക്കണമേ. എൻ്റെ യേശുവേ, നിന്റെ കൃപ എനിക്ക് വേണമപ്പാ. ഒരിക്കലും വിട്ടുമാറാത്ത നിന്റെ സ്നേഹം എനിക്ക് വേണം ദൈവമേ. എല്ലാം നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു ദൈവമേ. എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന എന്നോട് കരുണ കാട്ടണമേ. എന്നെ നോക്കുന്ന വൈദ്യന്മാർ പറയുന്നു, ഇനി അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന്. സാമ്പത്തികമായി നഷ്ടങ്ങൾ വന്നിരിക്കുന്ന എന്നോട് കരുണ കാണിക്കണമേ. മാനസിക വിഷമതയിലായിരിക്കുന്ന എന്നോട് നീ കരുണ കാട്ടണമേ. ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്ന ഞങ്ങളുടെ ഇടയിൽ സമാധാനമില്ല. ഒരാൾ മറ്റൊരാളെ ആശ്വസിപ്പിക്കുന്നതിന് പകരമായി ഒരാൾ മറ്റൊരാളെ കുറ്റം വിധിക്കുകയാണ് ചെയ്യുന്നത്. യേശുവേ, എൻ്റെ കുടുംബത്തിലേക്ക് നീ വരണമേ. എൻ്റെ ഭർത്താവിനൊരു മാറ്റമുണ്ടാകണമേ. എൻ്റെ ഭാര്യയ്ക്കൊരു മാറ്റമുണ്ടാകണമേ. ദുശീലത്തിൽപ്പെട്ട് ഇഷ്ടാനുസരണം ജീവിക്കുന്ന എൻ്റെ മകനെ മാറ്റണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ സമാധാനം കളയുന്നതായ ദുഷ്ടശക്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അത് മതി കർത്താവേ. കഷ്ടതകളിൽ ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും, ദുഃഖത്തിലും ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയും, ക്ഷാമത്തിലും ഞങ്ങൾക്ക് സമൃദ്ധിയായിരിക്കുവാൻ കഴിയും. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാകണം. അതിനുവേണ്ടി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടപ്പാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും ഞങ്ങളുടെ വിഷമങ്ങൾ തീരുന്നില്ല. നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മറുപടിയൊന്നും ലഭിക്കാത്തത് എന്താണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ കുറ്റം വിധിക്കുന്ന ആളുകളുടെ നടുവിൽ ഈ ദിവസം നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ജീവിതങ്ങളിലും വിടുതൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യുമാറാകണമേ ദൈവമേ. എൻ്റെ ദൈവം മതിയായവനാണ്, ഞങ്ങളെ വിടുവിക്കുവാൻ ശക്തനാണ് എന്ന് സാക്ഷ്യം പറയുന്ന രീതിയിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ നാമത്തിനു വേണ്ടിയല്ല, നിന്റെ നാമമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന്, അതിനുവേണ്ടി ഞങ്ങളെല്ലാം ബലപ്പെടുത്തണമെന്നും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും മേൽ ഇന്നു മുതൽ എന്നേക്കും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.
യേശുവേ 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 യേശുവേ